വെൽക്കം ടു മാത്സിയോൺ. HSST മാത്സ് എക്സാം അടുക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട് മാത്സിയോൺ സംഘടിപ്പിക്കുന്ന എക്സാം സീരീസിൻ്റെ ഫ്രീ എക്സാം സീരീസിൻ്റെ സെക്കൻഡ് ഡേയിലെ സൊല്യൂഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 4 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ മാത്സിയോണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യുക. 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് ആണ്. ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും. HSST സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് f(x,y) be a homogeneous function if critical points of f(x,y) exist, then the value of f(x,y) at critical points. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റിൽ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഹോമോജീനസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഹോമോജീനസ് ഫംഗ്ഷൻ ആണ്, ഹോമോജീനസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓയിലേഴ്സ് തിയറം പ്രകാരം എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇഫ് f(x,y) is homogeneous of order n ആണെങ്കിൽ, ഓക്കെ, ഹോമോജീനസ് ഓഫ് ഓർഡർ n, സോറി ഓർഡർ അല്ല, ഡിഗ്രി n ആണെങ്കിൽ, നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? എക്സ് ഇൻറ്റു എഫ് എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് കോമ വൈ അല്ലേ, പ്ലസ് വൈ ഇൻറ്റു എഫ് വൈ അറ്റ് ദ പോയിന്റ് എക്സ് കോമ വൈ ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഓയിലേഴ്സ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓയിലേഴ്സ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഇൻറ്റു എഫ് എക്സ് അറ്റ് എക്സ് വൈ പ്ലസ് വൈ ഇൻറ്റു എഫ് വൈ അറ്റ് എക്സ് വൈ ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് അതിൻ്റെ ഇതൊരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കൂ, ആൻഡ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പോയിന്റ്സിലെ വാല്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ എഫ് എക്സും എഫ് വൈയും 0 ആയിരിക്കും അല്ലേ. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണുമ്പോൾ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമുക്കത് 0 ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യുക? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ഡി എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടി ഡി ടി എന്ന് എഴുതാം അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഓക്കെ, സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. സൈൻ എക്സ് ഡി എക്സ്, സൈൻ ടി ഡി ടി അല്ല. ഓക്കെ, 0 ടു ടി ആണല്ലോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ വരിക? മൈനസ് കോസ് എക്സ് അല്ലേ. സോ മൈനസ് കോസ് എക്സ് ഫ്രം 0 ടു ടി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ത് വരും? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് കോസ് ടി എന്ന് വരും അല്ലേ. 1 മൈനസ് കോസ് ടി എന്ന് വരും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി കോസ് ടി എന്ന് വരും. ഓക്കെ, സോ ഇത് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല അല്ലേ, ഡസ് നോട്ട് എക്സിസ്റ്റ് ഇല്ല. ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി കോസ് ടി എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഈ ഇന്റഗ്രലും എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഫ്രം ക്ലോസ്ഡ് 0 1 to r be defined by f of x equal to 1/2 if x equal to 1/4, 1/4 if x equal to 1/2, 0 if x belongs to closed 0 1, minus 1/4 1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണോ
അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. നോക്കൂ, 0 മുതൽ 1 വരെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 1/4 ആകുമ്പോൾ, ഓക്കെ, ഇതാണ് 1/2, ഇതാണ് 1, അപ്പോൾ ഇവിടെ ആയിരിക്കും 1/4 വരും അല്ലേ. അപ്പോൾ 1/4 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1/2. ഓക്കെ, 1/4 ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 ഇവിടെ. ഓക്കെ, ഇനി 1/2 ഫംഗ്ഷൻ്റെ വാല്യൂ 1/4. ഓക്കെ, ഇവിടെ. ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ 0. സോ ഈ ഫംഗ്ഷൻ എങ്ങനെ വരും? ഇവിടെ മുതൽ 0 മുതൽ ഇങ്ങനെ വരും, ഈ പോയിന്റിൽ അവിടേക്ക് പോവും, പിന്നെ ഇങ്ങനെ വരും, ഈ പോയിന്റിൽ അങ്ങോട്ട് പോവും, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഫംഗ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഏതൊക്കെ പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/4, 1/2. അപ്പോൾ 2 പോയിന്റ്സ് അല്ലേ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി മാത്രമേ ഈ ഫംഗ്ഷനുള്ളൂ. വിച്ച് ഇംപ്ലൈസ് എന്ന് പറയാൻ പറ്റും എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെർഫോർ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഡി എക്സ്, എഫ് ഡി എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി ചെയ്യുന്നത്? 1/4 1/2. അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 0 to 1/4 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1/4 to 1/2 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1/2 to 1 എഫ് ഡി എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. സോ 0 + 0 + 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണ് ആൻഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ. സോ ഇവിടെയും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 log cos x ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 log ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ലിമിറ്റിന് വാല്യൂ കൊടുത്തു നോക്കൂ. എക്സ് ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ലോഗ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയി. 0 സൈൻ 0 എന്ന് പറഞ്ഞാൽ 0/0 ഫോമിലാണ് അല്ലേ. സോ നമ്മൾ ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x അല്ലേ. സോ 1/cos x ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 sin x ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായി മാറി? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പറഞ്ഞാൽ എന്താ? മൈനസ് ടാൻ എക്സ് അല്ലേ. മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 2 sin x കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് സൈൻ 2x ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ 2x എന്നുള്ള ഫോമിൽ വന്നു. ഓക്കെ, ഇനി എക്സിന് 0 കൊടുത്തു നോക്ക്. ടാൻ 0 0 ആണ്, സൈൻ 0 0 ആണ്, വീണ്ടും 0/0 ഫോം അല്ലേ. സോ നമ്മൾ വീണ്ടും ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് സ്ക്വയർ എക്സ് അല്ലേ. സോ മൈനസ് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ 2xന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലേ. സോ കോസ് 2x ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ് 2 അല്ലേ. സോ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2 cos 2x എന്ന് കിട്ടും. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ത് കിട്ടി? മൈനസ് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 2 cos 2x. ഓക്കെ, ഇനി എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സീക്ക് സ്ക്വയർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ എന്ത് കിട്ടും? മൈനസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, സോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് വാല്യൂ എന്താണ്? മൈനസ് 1/2 ആണ് അല്ലേ. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോളാർ ഫോം ഓഫ് -5 + 5y. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ്? z ഈക്വൽ ടു -5 + 5y ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിന്റെ പോളാർ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനെ z ഈക്വൽ ടു x + iy എന്നുള്ള ഫോം ആണെങ്കിൽ നമുക്ക് അതിന്റെ r ഈക്വൽ ടു പോളാർ ഫോം എങ്ങനെ ഉണ്ടാവുക? z ഈക്വൽ ടു r e⁻i⁻θ എന്നുള്ള ഫോമിലാണ് ഉണ്ടാവുക അല്ലേ. സോ നമുക്ക് z ഈക്വൽ ടു -5 + 5y ആണ്. സോ x ഈക്വൽ ടു x + iy ആണെങ്കിൽ r എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് x² + y². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് -5ന്റെ സ്ക്വയർ പ്ലസ് 5². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 5² ആണ്. 5നെ പുറത്തേക്ക് എടുക്കാം. 5 + 5 √2 എന്ന് വരും അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 5² + 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 5². 5² റൂട്ടിൽ നിന്ന് 5² പുറത്തെടുക്കുമ്പോൾ 5 കിട്ടും. സോ r ഈക്വൽ ടു എന്ത് കിട്ടി? 5 √2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? തീറ്റ കാണണം. ഓക്കെ, തീറ്റ കാണുന്നതിന് മുമ്പ് ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്താണെന്ന് കാണുന്നു. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക?
tan inverse of modulus of y by x. Okay, tan inverse of modulus of y by x. That is equal to എന്ത് കിട്ടും? tan inverse of y modulus of y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലേ, 5 ഡിവൈഡ് ബൈ -5. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? tan inverse of modulus of -1 എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഇസ് ഈക്വൽ ടു കിട്ടി പൈ ബൈ 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് ഉള്ളത് നോക്കുക അല്ലേ. ഇപ്പൊ -5 + 5y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവുക? ഇത് -5ഉം മറ്റേത് 5 അല്ലെ, ഇവിടെ ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ കാണാൻ എന്ത് ചെയ്യണം? പൈ മൈനസ് ആൽഫ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് പൈ ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് 3 പൈ ബൈ 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് r ഈക്വൽ ടു എന്ത് കിട്ടി? 5√2 എന്ന് കിട്ടി. തീറ്റ ഈക്വൽ ടു 3 പൈ ബൈ 4 എന്ന് കിട്ടി. സോ എന്ത് വരും? z ഈക്വൽ ടു r e പവർ i തീറ്റ എന്നുള്ളത് 5√2 e പവർ 3 പൈ ബൈ 4i എന്ന് വരും. ഓക്കെ, 3 പൈ i ബൈ 4 അല്ലെങ്കിൽ 3 പൈ ബൈ 4i എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് കോൺജുഗേറ്റ് എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അനലിറ്റിക് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ CR ഇക്വേഷൻ അല്ലെ, കോഷി റീമാൻ ഇക്വേഷൻസ് ചെക്ക് ചെയ്യും. അവിടെയും എന്താണ് അനലിറ്റിക് ആണോ നോക്കണമെങ്കിൽ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആവുക, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ. സോ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് CR ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഈ സെഡ് കോൺജുഗേറ്റിന്റെ ഒക്കെ ഫോമിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഡെൽ എഫ് ബൈ ഡെൽ സെഡ് കോൺജുഗേറ്റ് 0 ആവണം. ഇത് 0 ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഫംഗ്ഷൻ എന്ത് വരുള്ളൂ? അനലിറ്റിക് ആവുള്ളൂ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ ഇവിടുത്തെ കേസിൽ. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തന്നിട്ടുള്ളത്? സെഡ് കോൺജുഗേറ്റ് ആണ്. അപ്പൊ ഡെൽ എഫ് ബൈ ഡെൽ സെഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഡോ ബൈ ഡെൽ സെഡ് കോൺജുഗേറ്റ് ഓഫ് സെഡ് കോൺജുഗേറ്റ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. നോട്ട് ഈക്വൽ ടു 0. ഒരു പോയിന്റിലും ഇത് 0 ആവില്ല. വിച്ച് ഇംപ്ലൈസ് എന്ന് പറയാൻ പറ്റും? എഫ് ഈസ് നോവെയർ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നോവെയർ ഡിഫറൻഷ്യബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓവർ സി ഇ പവർ മൈനസ് സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ഡി സെഡ് വേർ സി ഇസ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ എന്ത് വരും? അതൊരു യൂണിറ്റ് സർക്കിൾ ആണ് വിത്ത് സെന്റർ സി. ഓക്കെ, 0. ഓക്കെ, സോ ഇ പവർ മൈനസ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അനലിറ്റിക് ഇൻ സി ആണ്. ഓക്കെ, ഇത് അനലിറ്റിക് ആണ്. സോ ഇങ്ങനെയുള്ള ഫോമിൽ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ബൈ മറ്റൊരു സെഡ് സ്ക്വയർ അല്ലെങ്കിൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വരുമ്പോൾ നമ്മൾ കോഷി ഇന്റഗ്രൽ ഫോമുലയാണ് യൂസ് ചെയ്യുക. സോ കോഷി ഇന്റഗ്രൽ ഫോമുല എന്താ പറയുന്നത്? ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻ സി ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n പ്ലസ് 1 ഡി സെഡ് ഈക്വൽ ടു എന്താണ്? 2 പൈ i ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ nth ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോട്ട് ആണ്. ഓക്കെ, nth ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോട്ട് ആണ് എന്നുള്ളതാണ് കോഷിയുടെ ഇന്റഗ്രൽ ഫോമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താ? ഡിനോമിനേറ്ററിലെ സെഡ് എവിടെയാണ്? സെഡ് സ്ക്വയർ ആണ്. സോ അതിന്റെ സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് നമ്മുടെ തന്നിട്ടുള്ള കർവിന്റെ ഉള്ളിലാണ് അല്ലെ. സോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഇ പവർ സെഡ് ഇ പവർ മൈനസ് സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ഡി സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 2 പൈ i ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ഇവിടെ n പ്ലസ് 1 ആണ്. സോ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഡെറിവേറ്റീവ് അല്ലെ ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് എന്താ ഇവിടെ ഉള്ളത്? ഇ പവർ മൈനസ് സെഡ് ആണ്. ഓക്കെ, അപ്പം ഡി ബൈ ഡി സെഡ് ഓഫ് ഇ പവർ മൈനസ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0 കേട്ടോ. ഇ പവർ മൈനസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് ഇ പവർ മൈനസ് സെഡ് അല്ലേ. സോ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് ഇ പവർ മൈനസ് 0 ദാറ്റ് ഇസ് -1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് -1 ആണ്. സോ ഇന്റഗ്രൽ ഓവർ സി ഇ പവർ മൈനസ് സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡി സെഡ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 2 പൈ i ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ് ഇൻറ്റു -1 ദാറ്റ് ഇസ് ഈക്വൽ ടു -2 പൈ i എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ ആൻഡ് ഹൂസ് സെന്റേഴ്സ് ആർ ഓൺ ദി എക്സ് ആക്സിസ്. ഓക്കെ, അപ്പം സെന്റർ എക്സ് ആക്സിസിലാണെങ്കിൽ എന്തായിരിക്കും? സെന്ററിലെ
y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ? അപ്പൊ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? a,0 എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ വരിക? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0, അതായത് വൈ സ്ക്വയർ അല്ലെ, വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള ഫോമില വരിക. ഓക്കെ, ആൻഡ് ഇനി തന്നിട്ടുള്ള എന്താണ്? പാസിംഗ് ത്രൂ ഒറിജിൻ ആണല്ലേ. അപ്പൊ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0യിലേക്ക് പാസ് ചെയ്യും അല്ലേ. അപ്പൊ എക്സ് 0 കൊടുക്കുക, അപ്പൊ 0 മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് വരും? 0 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിന് വരും അല്ലേ. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? ഇത് എ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ എന്ത് കിട്ടും? നമുക്ക് എ ഈക്വൽ ടു ആർ എന്ന് എഴുതാം. സോ നമുക്ക് എന്തായി മാറി? ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇതാണ് എന്തെന്ന്? ഇക്വേഷൻ ഓഫ് ഓൾ സർക്കിൾസ് പാസിംഗ് ത്രൂ ഒറിജിൻ ആൻഡ് സെന്റേഴ്സ് ആർ ഓൺ ദി എക്സ് ആക്സിസ്. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുന്നു. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എക്സ് മൈനസ് എ. ഓക്കെ, പ്ലസ് എക്സ് മൈനസ് എന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. ഇനി വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? dy ബൈ ഡി എക്സ് അല്ലേ. ഈക്വൽ ടു എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടി. ഓക്കെ, സോ ഇതിൽ രണ്ടിൽ 2 ഉണ്ട്. 2 ഔട്ട് സൈഡ് എടുത്ത് ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ 0 ആവും. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് എ പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു വൈ വൈ എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫാമിലി ഓഫ് കർവിൻ്റെ അതിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റുകൾ എലിമിനേറ്റ് ചെയ്യും അല്ലേ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആർബിട്രറി കോൺസ്റ്റന്റ് എ കണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 ഇംപ്ലൈസ് എന്ത് കിട്ടും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണല്ലേ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ എക്സ് മൈനസ് എന്താണ്? എക്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. സോ എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഹോൾ സ്ക്വയർ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തരും? എക്സും എക്സും കട്ട് ചെയ്ത് പോകും. വൈ ബൈ ഡി വൈ ബൈ ഡി എക്സിന്റെ വൈ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്. ഈക്വൽ ടു എന്ത് വരും? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2xy ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ വരുന്നത് നോക്കൂ. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ സി തന്നെയാണ് ഇവിടെയും കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സൊല്യൂഷൻ ഓഫ് ദ പി ഡി z മൈനസ് വൈ ഡെൽ യു ബൈ ഡെൽ എക്സ് പ്ലസ് എക്സ് മൈനസ് സെഡ് ഡെൽ യു ബൈ ഡെൽ വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നാണുള്ളത്. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട്. z മൈനസ് വൈ ഡെൽ യു ബൈ ഡെൽ എക്സ് അല്ല, ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് അല്ലേ. അതുപോലെ ഡെൽ സെഡ് ബൈ ഡെൽ വൈ ഇങ്ങനെ എഴുതണം. ഓക്കെ, കാരണം 3 വേരിയബിളാണ് ഇവിടെ വരുന്നുള്ളൂ, എക്സും വൈയും സെഡും. ഓക്കെ, സോ അതിൻ്റെ സെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതെന്താണ്? ഇതൊരു ക്വാസി ലീനിയർ ഫോമിലാണുള്ളത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ലെഗ്രാഞ്ച് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോ ലെഗ്രാഞ്ച് ഓക്സിലറി ഇക്വേഷൻ അതിന്റെ ഫോം എന്താ? പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ അല്ലേ. പി എന്ന് പറയുന്നത് പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്, സ്മോൾ പി എന്ന് പറഞ്ഞാൽ ഡെൽ സെഡ് ബൈ ഡെൽ എക്സ്, ക്യൂവും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽ സെഡ് ബൈ ഡെൽ വൈ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓക്സിലറി ഇക്വേഷൻ എന്താ? ഡി എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ പി ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, സോ ഇതെന്തായിട്ട് മാറും? ഡി എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് മൈനസ് വൈ ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് സെഡ് അല്ലെ, ഈക്വൽ ടു എന്ത് വരും? ഡി സെഡ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാണ്. ഞാൻ മൾട്ടിപ്ലയർ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1
Q1 ഈക്വൽ ടു 1, R1 ഈക്വൽ ടു 1 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ P1 P പ്ലസ് Q1 Q പ്ലസ് R1 R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? P1 ഇൻറ്റു P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു Z മൈനസ് വൈ, ദാറ്റ് ഈസ് Z മൈനസ് വൈ, പ്ലസ് Q1 ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് മൈനസ് സെഡ് പ്ലസ് വൈ മൈനസ് എക്സ് എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സെഡ് മൈനസ് വൈ പ്ലസ് വൈ എക്സ് മൈനസ് എക്സ് എല്ലാം കട്ട് ചെയ്ത് പോകും, 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ P1 P പ്ലസ് Q1 Q പ്ലസ് R1 R ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P1 dx പ്ലസ് Q1 dy പ്ലസ് R1 dz ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? dx 1 ഇൻറ്റു dx അല്ലേ? dy പ്ലസ് dz ഈക്വൽ ടു 0. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു C1 കിട്ടും അല്ലേ? ഇതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ P1 ഈക്വൽ ടു, ഇവിടെ നോക്കൂ, പിയിൽ സെഡും വൈയും ആണുള്ളത് അല്ലേ? സോ P1 ഈക്വൽ ടു എക്സ് എന്നും Q1 ഈക്വൽ ടു വൈ എന്നും R1 ഈക്വൽ ടു സെഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ വീണ്ടും P1 P പ്ലസ് Q1 Q പ്ലസ് R1 R ഈക്വൽ ടു എന്താ കിട്ടുക? ഈക്വൽ ടു നോക്കൂ, എക്സ് ഇൻറ്റു വൈ മൈനസ് സെഡ് പ്ലസ് അടുത്തെന്താണ്? എക്സ് മൈനസ് സെഡ് അല്ലേ? സോ പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് സെഡ് പ്ലസ് അടുത്ത ടേം എന്തായിരുന്നു? സെഡ് ഇൻറ്റു വൈ മൈനസ് എക്സ് അല്ലേ? സോ സെഡ് ഇൻറ്റു വൈ മൈനസ് എക്സ്, സെഡ് ഇൻറ്റു വൈ മൈനസ് എക്സ് വരും. ഓക്കെ, സോ ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് വൈ എന്നുള്ള ടേം ഉണ്ട്, ഇവിടെ എന്ത് വരും? ഓക്കെ, ഇവിടെ സെഡ് മൈനസ് വൈ ആണ് അല്ലേ? വൈ മൈനസ് സെഡ് അല്ല. ഒന്നാമത്തെ ടേം എക്സ് ഇൻറ്റു സെഡ് മൈനസ് വൈ ആണ്, എക്സ് ഇൻറ്റു സെഡ് മൈനസ് വൈ ആണ് അല്ലേ? പി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു സെഡ് മൈനസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു സെഡ് മൈനസ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് സെഡ് പ്ലസ് സെഡ് ഇൻറ്റു വൈ മൈനസ് എക്സ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ടേം എന്താ? എക്സ് ഇൻറ്റു സെഡ് അല്ലേ? ഇനി ഇവിടെ നോക്കൂ, സെഡ് ഇൻറ്റു മൈനസ് എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എക്സ് സെഡ് ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് എക്സ് സെഡ് ഉണ്ടാവും. സോ ഈ രണ്ട് ടേമും കട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ് മൈനസ് എക്സ് വൈ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് വൈ ഉണ്ട്. സോ ഈ രണ്ട് ടേമും കട്ട് ചെയ്ത് പോകും. ഇനി ഇവിടെ ഇതെന്താണ്? ഒരു മൈനസ് വൈ സെഡ്, ഇവിടെ ഒരു പ്ലസ് വൈ സെഡ്. സോ ഈ രണ്ട് ടേമും കട്ട് ചെയ്ത് പോകും. സോ ടോട്ടൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ P1 P പ്ലസ് Q1 Q പ്ലസ് R1 R 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P1 dx പ്ലസ് Q1 dy പ്ലസ് R1 dz 0 ആണെന്ന് പറയാം അല്ലേ? വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു C2 ഡാഷ് എന്ന് വരും. സോ ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു C2 എന്ന് കിട്ടും അല്ലേ? സോ ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. അങ്ങനെ ഒന്നാമത്തെ സൊല്യൂഷൻ രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിന് അടുത്തതിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? സോ ഇതിനെ ഞാൻ ഫൈ എന്നും ഇതിനെ ഞാൻ ഫൈ എന്നും ഇതിനെ ഞാൻ സൈ എന്നും വിളിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? സൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ, ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് ഫൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. തിരിച്ചു എഴുതാൻ വേണ്ടി പറ്റും, കുഴപ്പമൊന്നുമില്ല. സോ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The solution of the partial differential equation yp equal to 2xy plus log q. Okay, so yp equal to 2xy plus log q ആണ്. yp equal to 2xy plus log q. Okay, ഇനി ഞാൻ y ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? p equal to 2xy by y വരുമ്പോൾ 2x പ്ലസ് എന്ത് കിട്ടും? log q ഡിവൈഡ് ബൈ y എന്ന് വരും. ഓക്കെ, ഇനി ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? p മൈനസ് 2x ഈക്വൽ ടു log q ഡിവൈഡ് ബൈ y. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഫോമിൽ വന്ന് നോക്കൂ? എഫ് ഓഫ് പി കോമ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ കോമ ക്യൂ എന്നുള്ള ഫോമിൽ വന്നു അല്ലേ? അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് പി കോമ എക്സ് ഈക്വൽ ടു എ എന്നും ജി ഓഫ് വൈ കോമ ക്യൂ ഈക്വൽ ടു എ എന്നും എഴുതാം അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് പി കോമ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ പി മൈനസ് 2x ഈക്വൽ ടു എ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? പി ഈക്വൽ ടു എ പ്ലസ് 2x അല്ലെങ്കിൽ 2x പ്ലസ് എ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ജി ഓഫ് വൈ കോമ ക്യൂ ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ലോഗ് ക്യൂ ഡിവൈഡ് ബൈ എ ലോഗ് ക്യൂ ഡിവൈഡ് ബൈ വൈ ഈക്വൽ ടു എ കിട്ടും അല്ലേ? വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? ലോഗ് ക്യൂ ഈക്വൽ ടു എ വൈ കിട്ടും. ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു എന്ത് കിട്ടും? ഇ പവർ എ വൈ കിട്ടും അല്ലേ? ഇ പവർ എ വൈ കിട്ടും. അങ്ങനെയാണെങ്കിൽ പിയും ക്യൂവും കിട്ടി. സോ ഡി സെഡ് ഈക്വൽ ടു എന്ത് കിട്ടും? പി ഡി എക്സ് പ്ലസ്
ക്യൂ ഡി വൈ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ പ്ലസ് 2x ഡി എക്സ് പ്ലസ് ഇ പവർ എ വൈ ഡി വൈ എന്ന് വരും. ഓക്കെ, സോ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സെഡ് ഈക്വൽ ടു എ പ്ലസ് 2x, എനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് 2x ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x² 2 കട്ട് ചെയ്ത് പോകും x² അല്ലേ, പ്ലസ് ഇ പവർ എ വൈൻ്റെ ഇൻറ്റഗ്രൽ ഇ പവർ എ വൈ ഡിവൈഡ് ബൈ എ പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന് വരും. ഓക്കെ, സോ x² പ്ലസ് എ എക്സ് പ്ലസ് ഇ പവർ എ വൈ ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് വരിക. സോ നോക്കൂ, x² പ്ലസ് എ എക്സ് പ്ലസ് ഇ പവർ എ വൈ ഡിവൈഡ് ബൈ എ പ്ലസ് ബി അല്ലേ. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പി ഡി യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമ്മൾ റിയൽ, കോംപ്ലക്സ്, ഒ ഡി, പി ഡി ഈ 4 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് ബാച്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതും നമ്മൾ എന്താണ് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരിക. അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ ആൻസർ കീ മാത്രമുള്ള പാക്കേജ് 2 ബാച്ചസ് ആയിട്ട് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സ്ട്രാ മൈൽ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 30 ഡേയ്സ് എക്സാം ഉണ്ടാവും. അതിൽ HSST സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. ഒപ്പം ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സ്പ്രിൻറ്റ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് 30 ഡേയ്സ് എക്സാംസ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീയും പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എക്സാം സീരീസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, താങ്ക് യു.